ഹേ ഗായ്സ്, ശ്രീ ഹിയർ. സോ ഐഫോൺ 15 പ്രോയും ഐഫോൺ 15ഉം മണിക്കൂറുകളത്തേക്ക് ഞാൻ ഉപയോഗിച്ചപ്പം എനിക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രസീവായിട്ട് തോന്നി. ആ ക്യൂരിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെ ആ 5 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇംപ്രഷൻസ് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതായത് ഇതൊക്കെയാണ് 5 കാര്യങ്ങൾ. അതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇസ് കമ്മിങ്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഡിസ്പ്ലേനെ കുറിച്ചാണ്. ഡിസ്പ്ലേയിൽ 3 കാര്യങ്ങളാണ് വലുതായിട്ട് എനിക്ക് ചേഞ്ചസ് നോട്ട് ചെയ്യാൻ പറ്റിയ. ഒന്ന് ബെസലിൻ്റെ സൈസ്, 2 ബ്രൈറ്റ്നസ്. ഇത് രണ്ടും ഏറെക്കുറെ എല്ലാവരും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എനിക്ക് ക്യൂരിയസ് ആയിട്ട് തോന്നിയത് ആദ്യം തന്നെ 60 ഹെർട്സിൽ ഡൈനാമിക് ഐലൻഡ് ഐഫോൺ 15 എങ്ങനെയായിരിക്കും എന്നായിരുന്നു. ഞാൻ ഉപയോഗിച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ആപ്പിൾ ഹാസ് മെയ്ഡ് ദെയർ ട്വീക്കിംഗ്. അല്ലെ അവരുടെ സോഫ്റ്റ്വെയർ മാജിക്കിലൂടെ ബാക്ക് ടു ബാക്ക് 16 120 ഉപയോഗിച്ചപ്പം എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നിയിട്ടില്ല. അതാ സത്യം. അതുകൊണ്ട് ഡിസ്പ്ലേ വൈസ് ഐഫോൺ 15 ഡൈനാമിക് ഐലൻഡ് ആണെങ്കിലും ബിഗ് തംസ് അപ്പ്. ബാക്കി 2 കാര്യങ്ങളാണെങ്കിലും ഗ്രേറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ടൈറ്റേനിയം ഈസ് ലൈറ്റർ അലോയ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇൻഫാക്ട് ഹാവിങ് എ ബിഗ്ഗർ ബാറ്ററി സൈസ് രണ്ടിലും ഐഫോൺ 15 ഐഫോൺ 15 പ്രോയിലും പിടിക്കുമ്പോഴും എല്ലാവരും പറയുന്നത് പുതിയ ഡിസൈൻ, ആ കർവേച്ചർ ഡിസൈനും എല്ലാം കൊണ്ട് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇച്ചിരി കൂടെ അടിപൊളിയായിട്ടുണ്ട്. അതിനെല്ലാം ആപ്പിളിലെ എഞ്ചിനീയറിങ്ങിന് ആ ഹൂഡൂസ് പറയുന്നുണ്ട്. ഐഫോൺ 14 പ്രോ വാസ് ലൈക്ക് ചുടുകട്ട, കയ്യിലൊരു ചുടുകട്ട പിടിക്കുന്നതിനാണ്. പക്ഷേ 15 പ്രോ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണവും ടൈറ്റേനിയം അലോയ് കാരണവും അതിന് വെയ്റ്റും കയ്യിലൊരു സിനിമയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം ടൈറ്റേനിയത്തിനെ കുറിച്ച് തന്നെ റിവോൾവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഐഫോൺ 15ഉം ഐഫോൺ 15 പ്രോയും ബാക്ക് ടു ബാക്ക് 2-3 മിനിറ്റ് യൂസ് ചെയ്തപ്പം എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുമ്പം ഇറ്റ് വാസ് ഗെറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഹോട്ടർ. ഐഫോൺ 15 പ്രോ വാസ് ഗെറ്റിംഗ് ഇച്ചിരി കൂടെ കൂടുതൽ ചൂടായ പോലെ എനിക്ക് തോന്നി. ഇൻഫാക്ട് ഹാവിങ് എ സ്മോളർ CPU എന്ന് പറഞ്ഞാൽ 3 നാനോമീറ്റർ ചിപ്പാണ് ഇരിക്കുന്നത്. എന്നാൽ കൂടി ഹീറ്റിംഗ് എനിക്ക് തോന്നിയത് ഐഫോൺ 15 പ്രോയിൽ ഇച്ചിരി കൂടെ കൂടുതലായി കാണാം. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ടൈറ്റേനിയം ഹീറ്റ് ഡിസിപ്പിയേഷൻ ഒരു വേഴ്സ് അലോയി അലുമിനിയത്തിനെ കാട്ടിയും. അതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നി. അത് മൂന്നാമത്തെ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണ്ടേ. നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പം സ്മോൾ തിങ്സ് ലൈക്ക് സ്പീക്കേഴ്സ്, ഹാപ്റ്റിക്സ്, ഫ്ലാഷ് ലൈറ്റ്, അതിനൊന്നും ഒരു വ്യത്യാസങ്ങളില്ല. ഒരു വ്യത്യാസമില്ലെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് ഹാപ്റ്റിക്സ് ആണെങ്കിലും സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് പക്കയായിട്ട് മനസ്സിലായി അതെല്ലാം കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ തന്നെയായി ഇവർ ഉപയോഗിച്ചേക്കുന്നതെന്ന്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആക്ഷൻ ബട്ടൺ. ആക്ഷൻ ബട്ടൺ ഇസ് എ തിങ് ഓഫ് ഇച്ചിരി സംസാരിക്കേണ്ടത് കാരണമുണ്ട്. കാരണം അത് ഒരുപാട് ഫങ്ഷനാലിറ്റീസ് അല്ലെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നത് പറയുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലിമിറ്റഡാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആക്ഷൻ ബട്ടണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലോക്ക് സ്ക്രീനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഫ്ലാഷ് ഓൺ ആക്കാനാണെങ്കിലും ക്യാമറ എടുക്കാനാണ് അല്ലെ ബാക്കി കാര്യങ്ങൾ ബാക്ക് ടാപ്പിലൂടെ ആണെങ്കിലോ ഒക്കെ പറ്റും. വേറൊരു കാര്യം, ആക്ഷൻ ബട്ടൺ ടേക്സ് ലോങ് പ്രസ് 1-2 സെക്കൻഡ്സ് എടുക്കുന്നത് ലോങ് പ്രസ് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ. നിങ്ങൾക്ക് ആക്ഷൻ ബട്ടൺ ട്രൂ പൊട്ടൻഷ്യലി യൂസ് ചെയ്യാൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സിറി ഷോർട്ട് കട്ട്സ് പഠിക്കണം. സിറി ഷോർട്ട് കട്ട്സ് പഠിച്ചാൽ മാത്രമേ എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് ശരിക്കും ആക്ഷൻ ബട്ടൺ നല്ലോണം അതിൻ്റെ ഒരു പൊട്ടൻഷ്യലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്തടത്തോളം കാലം എനിക്ക് തോന്നിയത് ഇച്ചിരി കൂടെ കൺവീനിയൻറ്റ് മറ്റേ മ്യൂട്ട് സ്ലൈഡർ തന്നെ. അതൊരു ഫ്ലിക്ക് ഓഫ് എ ബട്ടൺ കൊണ്ട് മ്യൂട്ടാവും അൺമ്യൂട്ടാവും. സിമ്പിളായിട്ടൊരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സിമ്പിൾ ലിവിങ് ഒക്കെ ആഗ്രഹിക്കുന്നവൾക്ക് എനിക്ക് തോന്നുന്നത് ആക്ഷൻ ബട്ടനെ കാട്ടി ഇച്ചിരി കൂടെ കൺവീനിയൻറ്റ് മ്യൂട്ട് സ്ലൈഡേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക്. കാരണം ഏറെക്കുറെ ഫ്ലാഷ് ലൈറ്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും സ്ക്രീൻഷോട്ട് ആണെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ബാക്ക് ടാപ്പോ ലോക്ക് സ്ക്രീനിലോ അവൈലബിളാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു ക്യൂരിയസ് പോയിൻ്റ് ആയിട്ട് തോന്നി. ഫ്യൂച്ചറിൽ അതിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതെന്താ വരുന്നതെന്ന് നമുക്ക് കാണാം. പിന്നെ അടുത്തൊരു സ്മോൾ പോയിൻ്റ് എന്ന് എനിക്ക് പറയാൻ തോന്നിയത് കളേഴ്സ് എല്ലാം ഭയങ്കര സട്ടിലാണ് ഐഫോൺ 15. ഇപ്പം ബ്ലൂ ഞാൻ ഒറ്റ നോട്ടത്തിൽ ദൂരെ നോക്കിയപ്പോൾ വൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾ കാണാതെ ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ ബ്ലൂവും യെല്ലോയും ഭയങ്കര സട്ടിലാണ്. ഇച്ചിരി കൂടെ ഫ്ലാഷി കളറായിട്ട് എനിക്ക് പിങ്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് പിങ്ക് എടുക്കുക. പിന്നെ ടൈറ്റേനിയം അലോയ് സൂപ്പർ, കാണാൻ അടിപൊളിയാണ്. ഒരു ഗ്രേ സ്കെയിൽ അതൊരു ഫിനിഷ് സൂപ്പറാണ്. പിന്നെ നമ്മൾ എൻ്റെ കോംപ്രിഹെൻസീവ് റിവ്യൂവിന് വെയിറ്റ് ചെയ്യൂ. ഇച്ചിരി സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചു ഒരു സോഫ്റ്റ്വെയർ പാച്ച് ഫിക്സ് ഒക്കെ വന്നതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഐഫോൺ 15 പ്രോൻ്റെ ഡ്യൂറബിലിറ്റി ഇഷ്യൂവിനെ കുറിച്ച് അറിയാം. ബാക്കിലത്തെ ഗ്ലാസ് ചുമ്മാ പൊട്ടിത്തെറിക്കുക പൊട്ടിപ്പോകുക അത് അറിയിടുമ്പം. ഇൻഫാക്ട് സെറാമിക് ഷീൽഡ് അവർ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അത്രേ ഉള്ളൂ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു, ഉമ്മ.